3500 റേഞ്ചിൽ പ്യുവർ മൊഡാൽ സിൽക്കിൽ അജ്രക് പ്രിൻറ്റ് വരുന്ന സിൽവാസിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. 4 ഷെയ്ഡ്സിലാവട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഈ മാനിക്യൂറിൽ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഷെയ്ഡിലേക്ക് വരുന്ന സെറ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഗ്രേപ്പ് വൈൻ കളറും ലാസ്റ്റ് വന്നെങ്കിൽ ഡാർക്ക് മെറൂൺ ടോണും, അങ്ങനെ ഒരു 4 ഷെയ്ഡ്സിലാണ് ഈ സിൽവാർ സെറ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പ് ഫുള്ളായിട്ട് അജ്രക് പ്രിൻറ്റ് ചെയ്തിട്ട് നല്ല രസമായിട്ടുള്ള പ്രിൻ്റ് ആണ്. അതൊരു ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കളർ പാറ്റേൺ വന്നേക്കുന്നത്. ദാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല വീതിക്ക് 2-3 പ്രിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ബോർഡർ ചെയ്തേക്കുന്നത്. എന്നിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള മൊഡാൽ ഫാബ്രിക്കിൽ തന്നെയുള്ള ബോട്ടമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ആ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റും. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. അതിൽ ഫുള്ളായിട്ടും ബോട്ടത്തിൻ്റെ പ്രിൻറ്റും ടോപ്പിൻ്റെ പ്രിൻറ്റും കൂടെ മിക്സ് ചെയ്ത് ലക്രി പട്ടി ബോർഡറൂടെ കൊടുത്തിട്ടാണ് ഇന്ന് റെഡിയാക്കിയേക്കുന്നത്. നല്ല രസമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ദുപ്പട്ടയും നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ വരുമ്പോഴും ഈ ഒരു സെയിം പ്രിൻറ്റും ദാമൻ ഏരിയയിലേക്ക് വീതി കൂടിയ ബോർഡറുമാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് ഫുൾ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ട വരുമ്പോഴും മൊഡാലിൽ തന്നെ നമുക്കിങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. ഞാൻ നല്ല ലെങ്ത്തും വിഡ്ത്തും ദുപ്പട്ടയ്ക്ക് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡും ഫുൾ നല്ല ലെങ്ത്തും വിഡ്ത്തുമാണ്. ബോട്ടം പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേപ്പ് വൈൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. നല്ലൊരു ഡാർക്ക് മെറൂൺ ടോണിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് നമുക്ക് വരുന്നത്.